അടുത്തതായി ഫോർ ലൂപ്പിനെ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഒരു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ടാസ്ക് ചെയ്യണം. അപ്പോൾ ആ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ നമുക്കവിടെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ആ റിസൾട്ട് കിട്ടുന്ന ആ രീതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ആ ലൂപ്പ് എഴുതണമെന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HTML ഹെഡ്, ടൈറ്റിൽ അതെല്ലാം നമ്മൾ എല്ലാത്തിലും കൊടുക്കണം. അത് കഴിഞ്ഞ് ബോഡിയുടെ അകത്ത് നമ്മൾ var I, നമ്മൾ I എന്ന പേരിലാണ് ഒരു വേരിയബിൾ ഉപയോഗിക്കാൻ പോണേ. അത് കഴിഞ്ഞ് I is equal to 2, ഐയുടെ വാല്യൂ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. while I less than equal to 10 എന്ന് പറഞ്ഞാൽ 2 less than equal to 10 ആണോ എന്ന് ചെക്ക് ചെയ്യണു. അത് ട്രൂ ആണ്. അപ്പോൾ താഴേക്ക് വന്നു document dot write I, അപ്പോൾ 2 എന്ന് പ്രിൻറ്റ് ചെയ്തു. document dot writeൽ BR എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താ ഉണ്ടാവുക, തൊട്ട് അടുത്ത ലൈൻ, അതായത് 2 എന്ന് ആദ്യം പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞ് അടുത്ത ലൈനിലേക്ക് പോകണു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണു, I പ്ലസ് ഈക്വൽ ടു 2, അപ്പോൾ 2 + 2 4i. എന്നിട്ട് മുകളിലേക്ക് വന്നിട്ട് 4 less than equal to 10, അത് ട്രൂ ആണ്. അപ്പോൾ 4 പ്രിൻ്റ് ആവും. വീണ്ടും 4 + 2 6 less than equal to 10, 6 പ്രിൻ്റ് ആവും. 6 + 2 8 less than equal 10, 8 പ്രിൻ്റ് ആവും. 8 + 2 10 less than equal to 10, അപ്പോൾ 10 less than equal to 10 ട്രൂ ആണ്. അപ്പോൾ 10 പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞ് 10 + 2 12 ആവുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് അത് പ്രിൻ്റ് ആവില്ല. ഇനി ഔട്ട്പുട്ട് സ്ക്രീനിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ ബോഡി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോഡിയുടെ അകത്ത് സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി ക്ലോസ് ചെയ്യണേക്കാട്ടിലും മുൻപ് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തിട്ട് HTML ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ജാവാസ്ക്രിപ്റ്റ് വൈൽ എന്നുള്ളത്. പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് ാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 2 4 6 8 10. അപ്പോൾ ഈ ഔട്ട്പുട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ വൈൽ ലൂപ്പോ അല്ലെങ്കിൽ ഫോർ ലൂപ്പോ ഏത് ലൂപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാല്യൂ എന്നറിയണം. അതേപോലെ എവിടം വരെ അത് വർക്ക് ചെയ്യിക്കുന്നുണ്ടെന്ന് അറിയണം. പിന്നെ എങ്ങനെയാണ് അത് ഇൻക്രിമെൻ്റ് ആയി പോണേന്ന് അറിയണം. എന്നിട്ട് ഡിസ്പ്ലേയിൽ എന്താണ് കാണിക്കണേന്നും അറിയണം. അപ്പോൾ ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ I = 2 എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ, അത് കഴിഞ്ഞ് I less than equal to 10 എന്ന് പറയുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ, അത് കഴിഞ്ഞ് ഇവിടെ I plus equal to 2 എന്ന അടിയിൽ കാണാം, അത് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. പിന്നെ നമ്മളിവിടെ ഈ കേളി ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ലൂപ്പ് വർക്ക് ചെയ്താലും കുഴപ്പമില്ല, ആ ലൂപ്പിലെ പാർട്സ് ആണ് ഇമ്പോർട്ടൻ്റ്. അതായത് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. ഇത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ക്വസ്റ്റ്യനിലൂടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ എന്താണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.